ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു വചനമായാലോ? പാപം ചെയ്യാതിരുന്നെങ്കിൽ ശാരീരിക മരണം മനുഷ്യനെ സ്പർശിക്കുമായിരുന്നില്ല. അത് ഇനിയും കീഴടക്കേണ്ട അവസാന ശത്രുവാണ്. 1 കൊരിന്ത്യർക്ക് ലേഖനം 15-ാം അധ്യായം 26-ാം തിരുവചനം. എന്താ സംഭവം നമുക്ക് നോക്കിയാലോ? മനുഷ്യൻ മരിക്കുക എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് അവൻ്റെ ഭൗമിക തീർത്ഥാടനത്തിൻ്റെ അവസാനമാണ്. ഒരു ദിവസം നമ്മുടെ ജീവശ്വാസം നിലച്ചു പോകുമെന്നും ഈ ഭൂമിയിലെ നമ്മുടെ സ്ഥാനം ശൂന്യത ഏറ്റെടുക്കുമെന്നും നമുക്കറിയാം. വളരെ സ്വാഭാവികമെന്ന് നാം കരുതുന്ന മരണം യാഥാർത്ഥ്യത്തിൽ പാപത്തിൻ്റെ വേതനമായി ലഭിച്ചതാണ്. ആദിമാതാപിതാക്കളുടെ പാപം വഴിയാണ് മനുഷ്യൻ മർത്യനായി തീർന്നത്. അനുസരണക്കേട് വഴി ദൈവത്തിൽ നിന്ന് അകന്നുപോയ അവർക്ക് സൗഭാഗ്യത്തിൻ്റെ ഏദൻ തോട്ടം നഷ്ടമാവുകയും അവരുടെ പാപം മനുഷ്യവർഗത്തിന് മരണകാരണമാവുകയും ചെയ്തു. പാപരഹിതമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മരണം സ്വർഗത്തിലേക്കുള്ള ജനമാണ്. വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.